நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുക്കോത്തുമ്പി എന്ന അധ്യായത്തിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പീയൂഷമാമീശനെ ഓർത്തിയിടുകിൽ ചുതിയില്ലാ ചേവടി പാപി ഞാൻ മറക്കുമോ. ഒട്ടിനിന്നിടാത്തൊരു പാപിയെ കാണില്ല ഞാൻ. ശിഷ്ടനാം മഹേശന്റെ ചാരെ ചെന്ന് ഊതു തുമ്പി. ഒന്നായി മുളച്ചേറെ ശാഖകളായവൻ ശോനനെ പല്ലക്കിലേറ്റും പോലെ ഹരിനാം ഹീനനാം എന്നെയും ശോഭനനാക്കിനാൻ എന്നച്ഛൻ മുത്തച്ഛൻ എന്നില്ലത്തിൻ എല്ലാവർക്കും ഈശനാം ചേലുറ്റോൻ സമ്പന്നൻ ചേവടി ചെന്ന് പാടും. പണ്ടേ അല്ലയോ കരിവണ്ടേ, നീ ഈശൻ്റെ ചേവടി ചെന്ന് പാടൂ. എന്താണ് പാടേണ്ടത്? പീയൂഷമാം ഈശനെ ഓർത്തിയിടുകിൽ ചുതിയില്ലാ ചേവടി പാപി ഞാൻ മറക്കുമോ. ഈ പാപിയായ ഞാൻ ഒരിക്കലും പീയൂഷമായ ഈശൻ്റെ ചേവടിയെ മറക്കുകയില്ല. ചുതിയില്ല ചേവടി, ഒരിക്കലും നശിക്കാത്ത, എന്നും പ്രകാശമാനമായി എല്ലാവർക്കും സ്നേഹം പകരുന്ന ആ പാദങ്ങളെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നു, നമിച്ചുകൊണ്ടേയിരിക്കുന്നു. പീയൂഷമാം ഈശനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അമൃത് പോലെ എല്ലാവർക്കും ആനന്ദമേകുന്ന, എല്ലാവർക്കും ചിരഞ്ജീവിത്വം നൽകുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങയുടെ ചുതിയില്ലാത്ത ചേവടി പാപിയായ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ മാണിക്യവാചകർ തന്നെയുടെ പാപം ചെയ്തവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാണിക്യവാചകർ അത് സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. നമ്മളെല്ലാം പലപ്പോഴും പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് പോലും ആ ചുതിയില്ലാത്ത ഈശൻ്റെ ചേവടിയെ അഭയം പ്രാപിച്ചാൽ ആ ഭഗവാൻ അവർക്ക് അഭയം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ എത്ര പാപിയാണെങ്കിലും ശിവഭഗവാൻ അവർക്ക് പാപവിമോചനം നൽകുകയും അവരെ സംരക്ഷിക്കുകയും അവരെ ആശീർവദിക്കുകയും ചെയ്യുമെന്ന് മാണിക്യവാചകർ നമ്മളോട് പറയുന്നു. ഒട്ടിനിന്നിടാത്തൊരു പാപിയെ കാണില്ല ഞാൻ ഒരിക്കലും ശിവസമ്പർക്കത്തിൽപ്പെട്ട ഭക്തന്മാരോട് മാത്രമേ കൂടുകയുള്ളൂ, അല്ലാത്തവരോട് കൂട്ടുകൂടുകയില്ല. അപ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്ബന്ധങ്ങൾ മുഴുവനും ശിവ ഭഗവാനോട് കൂറുള്ളവരോട് മാത്രമായിരിക്കും. ശിഷ്ടനാം മഹേശൻ്റെ ചാരെ ചെന്ന് പാടു വണ്ടേ. അല്ലയോ വണ്ടേ, കരിവണ്ടേ, അല്ലയോ ശ്രേഷ്ഠമായ വണ്ടേ, നീ ശിവൻ്റെ പാദങ്ങളിൽ ചെന്ന് ശിവസ്തുതികൾ ആലപിക്കൂ. ശിവൻ്റെ ആ ചുതിയില്ലാത്ത ചേവടിയിൽ അഭയം പ്രാപിച്ചാൽ എല്ലാവർക്കും പാപവിമോചനം ലഭിക്കും എന്നുള്ള സത്യം ഞാനിതാ ഉറപ്പു തരുന്നു. ഒന്നായി മുളച്ച് ഏറെ ശാഖകളായവൻ ശോനനെ പല്ലക്കിലേറ്റും പോലെ ഹീനനാമെന്നെയും ശോഭനനാക്കിനാൻ. ഹീനനായ ഈ പാപിയായ എന്നെ അദ്ദേഹം ശോഭനനാക്കി മാറ്റി, മംഗളസ്വരൂപനാക്കി മാറ്റി. ഒന്നായി മുളച്ച് ഏറെ ശാഖകളായവൻ, ഒന്ന് തന്നെ പല പല ശാഖകളായി മുളച്ച് വളർന്ന് പന്തലിച്ച ഒരു അരയാൽ വൃക്ഷമാണ് ഭഗവാൻ. അപ്പോൾ ഒന്നായ ആ വിട്ടിൽ നിന്ന് ഇന്ന് അനേകായിരം ശിഖരങ്ങളോടുകൂടിയ വലിയ വൻമരമായി മാറിയിരിക്കുന്നു.
അപ്പോൾ ശിവനെ ഇവിടെ ഭഗവാനെ ഒരു മഹാവൃക്ഷമായിട്ട് സങ്കല്പിക്കുക. ഒന്നായി മുളച്ച്, ഒരു വീട്ടിൽ നിന്ന് മുളച്ചിട്ട് ഇന്ന് ഈ പ്രപഞ്ചങ്ങളാകെ വളർന്നു നിൽക്കുന്ന ഒരു അശുദ്ധ വൃക്ഷമായി മാറിയിരിക്കുന്നു ഭഗവാൻ എന്ന് പറയണം. അതായത് ഒന്ന് പലതായിത്തീരുന്നു. ഈശ്വരൻ്റെ മഹത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഏകമായിട്ടുള്ളത് ഇന്ന് അനേകായിരം ശിഖരങ്ങളോടിയ ഒരു മഹാവൃക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് പലതായി ഇന്ന് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ നോക്കൂ, ഞാൻ ശോനനായ എന്നെ പല്ലക്കിലേറ്റും പോലെ ഹീനനാം എന്നെയും ശോഭനനാക്കിനാൻ. ശോനൻ പട്ടിയെപ്പോലെ ഉള്ള എന്നെ, നിസ്സാരനായ എന്നെ പല്ലക്കിലേറ്റുകയാണ് അങ്ങ് ചെയ്തത്. അപ്പോൾ ശിവഭഗവാൻ മാണിക്യവാചകരെ സ്വീകരിക്കുക മാത്രമല്ല പല്ലക്കിൽ ഏറ്റി ബഹുമാനിക്കുക കൂടി ചെയ്തു എന്നോർക്കുക. അപ്പോൾ ഒരു ശിവഭക്തനെ ശിവൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നോക്കൂ. പല്ലക്കിലേറ്റിയാണ് സ്വീകരിക്കുന്നത്. അതും എങ്ങനെയുള്ള ഞാൻ ശ്വാനെ പോലെ, പട്ടിയെപ്പോലെ നിസ്സാരനായ എന്നെയാണ് ഭഗവാൻ പല്ലക്കിലിരുത്തി ബഹുമാനിച്ചത്. എന്തൊരു കാരുണ്യ വായ്പാണ് ശിവൻ എന്നോട് കാണിച്ചത്. ഹീനനാം എന്നെ ശോഭനാക്കിനാൻ. എന്നെ ഹീനനായ എന്നെ, നിസ്സാരനായ എന്നെ, അനേകം കുറ്റങ്ങളും തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ അദ്ദേഹം ശോഭനനാക്കി മാറ്റി. മഹത്വപൂർണ്ണമുള്ള ഒരു ജീവിതം എനിക്ക് നൽകി. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം കിട്ടിയതോടെ നിസ്സാരമായ ജീവിതം നയിച്ചിരുന്ന മാണിക്യവാചകർ മഹാതേജസ്വിയായി, മഹാശിവസ്വരൂപിയായി വളരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു വടവൃക്ഷം പോലെ വലുതായി പന്തലിച്ച് നിൽക്കുന്ന ആ മാണിക്യവാചകരുടെ മഹത്വത്തെയാണ് ഇവിടെ നാം കാണുന്നത്. അതായത് ഒരു ശ്വാനനെ പോലെ, ഒരു നായയെപ്പോലെ നിസ്സാരനായ എന്നെ പല്ലക്കിലേറ്റിയിരുത്തി എന്നെ ബഹുമാനിക്കുക മാത്രമല്ല, എന്നെ അത്രമേൽ സ്നേഹിച്ച് സ്വീകരിച്ച് എനിക്ക് ജന്മമോക്ഷം നൽകിയ അല്ലയോ ഭഗവാൻ, അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? എന്നച്ഛൻ, മുത്തച്ഛൻ, എന്നില്ലത്തിനെല്ലാവർക്കും ഈശൻ, എൻ്റെ അച്ഛനാണ്, എൻ്റെ പിതാവാണ് അങ്ങ്. അപ്പോൾ ആ സ്നേഹവായ്പിൻ്റെ ആദ്യക്ക് നോക്കൂ. സ്വന്തം പിതാവിനേക്കാൾ ഏറെ പ്രിയപ്പെട്ട പിതാവാണ് ശിവൻ. എൻ്റെ പിതാവാണ്, എൻ്റെ മുത്തച്ഛനാണ്, എനിക്ക് അത്രമേൽ അടുപ്പമുള്ള ആളാണ് ശിവൻ എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ഹൃദയവാസിയായ ശിവൻ എൻ്റെ അച്ഛനും മുത്തച്ഛനും, എൻ്റെ ഇല്ലത്തിൽ എല്ലാവർക്കും ഈശ്വരനുമായിട്ടുള്ളത്, എൻ്റെ കുടുംബത്തിന് മുഴുവനും ഈശ്വരനായിട്ടുള്ളവൻ. ഈ പ്രപഞ്ചമാകുന്ന കുടുംബം, ഇവിടെ കുടുംബം എന്നുദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചമാണ്. ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള അല്ലയോ ഭഗവാൻ, അങ്ങ് ഏലുറ്റോൻ, മനോഹരമായ ശരീരത്തോടു കൂടിയവൻ, സമ്പന്നൻ, അങ്ങനെയുള്ള ആ ചേവടി, ഭഗവാന്റെ ചേവടി ഞാനിതാ തൊഴുന്നു. ഈ കാര്യങ്ങളെല്ലാം അല്ലയോ വണ്ടേ നീ ചെന്ന് പാടുക, ശിവപാദങ്ങളിൽ ചെന്ന് പാടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ സ്വയം പറയുകയാണ്, താനൊരു ശ്വാനനെ പോലെ, ഒരു നായയെപ്പോലെ നിസ്സാരരിൽ വച്ച് നിസ്സാരനാണ്. ആ നിസ്സാരനായ എന്നെ ഭഗവാൻ എന്ത് ചെയ്തു? പല്ലക്കിലേറ്റിയിരുത്തി. എന്നിട്ടോ പല്ലക്കിലേറ്റിയിരുത്തി ബഹുമാനിച്ച് എന്നെ സ്നേഹിച്ച് എൻ്റെ അച്ഛനേക്കാൾ പ്രിയപ്പെട്ട അച്ഛനായി, എൻ്റെ മുത്തച്ഛനേക്കാൾ പ്രിയപ്പെട്ട മുത്തച്ഛനായി, എൻ്റെ ഇല്ലത്തിലെ എല്ലാവർക്കും മുതുമുത്തച്ഛനായി അങ്ങ് വിരാജിക്കുന്നു. അപ്പോൾ ഈ ലോകമാകുന്ന ഈ ലോകമാകുന്ന തറവാട്ടിലെ മഹാകാരണവരാണ് ശിവൻ. ആ കാരണവർ എല്ലാ
സഹജീവികളെയും തൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരെയും കുഞ്ഞുകുട്ടികളെയും എല്ലാം തന്നെ കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ രക്ഷകനായ ശിവനെ കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ പാടുന്നത്. എല്ലാവരെയും രക്ഷിക്കുന്ന, എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്ന, എല്ലാ വിനകളിൽ നിന്നും ഭക്തന്മാരെ രക്ഷിക്കുന്ന, അല്ലയോ ഭഗവാൻ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാനിതാ അങ്ങയുടെ അടിമയാണ്, അങ്ങയുടെ ദാസനാണ് എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ നോക്കൂ, ആ സമ്പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സല്ലയനം, ശിവനുമായിട്ടുള്ള ഒന്നിച്ചു ചേരൽ. ഞാനും അങ്ങും രണ്ടല്ല, ഒന്ന് തന്നെ. എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ ശ്വാസത്തിൻ്റെ ശ്വാസമാണല്ലയോ ഭഗവാൻ അങ്ങ്. അങ്ങില്ലെങ്കിൽ എനിക്ക് ജീവിതമേ ഇല്ല. അങ്ങയിൽ ഞാൻ സമ്പൂർണമായി ശരണാഗതി പ്രാപിക്കുന്നു. എന്നെ കാത്തു രക്ഷിച്ചാലും ഭഗവാനെ എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. പിന്നെ അടുത്ത പാട്ടിലേക്ക് കിടക്കാം. കാരണങ്ങളെ കടന്നിരിക്കും ശ്രീകണ്ഠൻ്റെ ചരണങ്ങളിൽ ചെന്ന് ചേർന്ന് ഓതു വണ്ടേ. മരണം പിറപ്പാകും മയക്കം തെളിയിച്ച കാരുണ്യക്കടലിൻ്റെ ചാരയെ ചെന്ന് പാടോ തിരുവണ്ടേ. അല്ലയോ ശ്രേഷ്ഠമായ വണ്ടേ, നീ ശിവൻ്റെ അടുത്ത് ചെന്ന് പാടണം. എന്താണ്? കാരണങ്ങളെ കടന്നു നിൽക്കും ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ മഹാഭഗവാനായ ശിവൻ, ശ്രീകണ്ഠൻ എങ്ങനെയുള്ളവനാണ്? കാരണങ്ങളെ കടന്നു നിൽക്കും. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ് ശിവൻ നിലകൊള്ളുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ശിവനെ നമുക്ക് അനുഭവിക്കാൻ അറിയാൻ പറ്റില്ല. അതുപോലെ ആറാം ഇന്ദ്രിയമായ മനസ്സുകൊണ്ടും ശിവനെ നമുക്ക് മനസ്സിലാക്കാനാവില്ല. ഏഴാം ഇന്ദ്രിയം നമുക്ക് ലഭിച്ചാൽ മാത്രമേ ശിവനെ പൂർണ്ണമായി നമുക്ക് ആത്മസല്ലയനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശിവനിൽ ലയിച്ച് ചേരണമെങ്കിൽ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും മാത്രമല്ല, അതിനുമപ്പുറമുള്ള ഏഴാം ഇന്ദ്രിയം എനിക്ക് ലഭിച്ചാൽ മാത്രമേ ശിവനിൽ അലിഞ്ഞു ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണങ്ങൾക്കെല്ലാം അപ്പുറം, പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറം, മനസ്സിനുമപ്പുറം നിലനിൽക്കുന്ന ആ മഹാജ്യോതി സ്വരൂപനിൽ ലയിച്ചു ചേരാൻ, അല്ലയോ ഭഗവാൻ, ഏഴാമതൊരു ഇന്ദ്രിയം, ഒരു മൂന്നാം കണ്ണ് എനിക്ക് തുറന്നു കിട്ടട്ടെ എന്ന് ഭഗവാനോട് മാണിക്യവാചകർ താണു വീണ് കേണപേക്ഷിക്കണം. എനിക്കൊരു ഏഴാം ഇന്ദ്രിയം തരൂ. പാഴാകും മരുവിലഞ്ഞ സർവകേനി വാഴാറുള്ള അരമന തേടി വാടി ഞങ്ങൾ കേഴാതാരസമായ രാജ്യസീമ കാണാൻ ഏഴാം ഇന്ദ്രിയം ഞങ്ങൾക്ക് നൽകൂ എന്ന് കുമാരനാശാൻ പാടുന്നത്. ഏഴാം ഇന്ദ്രിയം എന്ന് പറഞ്ഞൊരു കവിതയിൽ കുമാരനാശാൻ പാടുകയാണ്. വാഴാകും മരുവിലഞ്ഞു സർവകേനി വാഴാറുള്ള അരമന തേടി വാടി ഞങ്ങൾ കേടാതാരസമായ രാജ്യസീമ കാണാൻ ഏഴാം ഇന്ദ്രിയം ഇനി അമ്പോടെയുക. അപ്പോൾ ഏഴാമത്തെ ഒരു ഇന്ദ്രിയം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശിവനിൽ സമ്പൂർണ്ണമായി ലയിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ശിവൻ്റെ അനുഗ്രഹം, ശിവൻ്റെ അരുൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ശിവനുമായി അടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ തിരുവാചകം പഠിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നാം ശിവനുമായിട്ട് വളരെ അടുക്കുകയാണ്. നമുക്ക് ഒരു ആറാം ഇന്ദ്രിയം മനസ്സ് പൂർണ്ണമായും ശിവനിൽ ലയിക്കുകയും ഏഴാമത്തെ ഇന്ദ്രിയമായ മൂന്നാം കണ്ണ് തുറന്നു കിട്ടുകയും ചെയ്യും. അതാണ് തിരുവാചക പഠനം കൊണ്ട് ഒരു സാധകന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാ അനുഗ്രഹം, ശിവാനുഗ്രഹം എന്ന് നമുക്കതിനെ പറയാം. അതായത് തിരുവാചകത്തിലെ ഓരോ വാക്കും മന്ത്രാക്ഷരങ്ങളാണ്. ഈ മന്ത്രാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ, ഈ മന്ത്രാക്ഷരങ്ങൾ പറയുന്നതിലൂടെ നമ്മുടെ ഹൃദയം ശിവനുമായി കൂടുതൽ ലയിച്ചു ചേരുകയാണ്. അപ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും നാം ശിവപൂജയാണ് ചെയ്യുന്നത്. ശിവൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് കോരിച്ചൊരിയുന്ന ഒരു മഹത്തായ അനുഭൂതി നമുക്ക് തിരുവാചകം നൽകുന്നു. അതാണ് തിരുവാചകത്തിൻ്റെ പ്രത്യേകത. മാണിക്യവാചകൻ സത്യത്തിൽ നമുക്ക് നൽകുന്ന ഒരു മഹാ
ശിവാനുഗ്രഹമാണ് തിരുവാചകത്തിലെ ഓരോ വാക്കും. കാരണം ഓരോ വാക്കും മന്ത്രാക്ഷരങ്ങളാണ്. ഈ മന്ത്രാക്ഷരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ശിവനുമായി ഒന്നായി ചേരുന്നു. നമ്മുടെ മാലിന്യങ്ങളെല്ലാം മലങ്ങളെല്ലാം മാറി ആ പാശങ്ങളെല്ലാം ശിവൻ അറുത്തിട്ട് പശുവായ നമ്മെ പതിയാക്കി മാറ്റുന്നു. കണ്ടോ, ആ പതിയാക്കി ഇവിടെ പല്ലക്കിലേറ്റി എന്നാണ് പറയുന്നത്. തന്നെ പല്ലക്കിലിരുത്തി. എങ്ങനെ? നിസാരനായ ഒരു നായയെ പോലെയുള്ള തന്നെ പല്ലക്കിലേറ്റിയാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭഗവാന്റെ കാരുണ്യ വായ്പ്. ഏറ്റവും നിസ്സാരനായ എന്നെ പല്ലക്കിലേറ്റിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ തന്നെ എന്നെ ഇരുത്തുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ശിവനിരുന്ന സിംഹാസനത്തിൽ ഈ നിസ്സാരനായ എന്നെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് എന്നെ ആദരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു, എന്നെ അത്രമേൽ ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ ശിവാനുഗ്രഹത്താൽ ഞാൻ ശിവനിൽ ഒന്നായി ലയിച്ചു ചേരുന്നു. ഈ മഹാ അനുഭൂതി, ഈ മഹാ സത്യം അനുഭവിച്ചറിയുമ്പോൾ നാം ശിവനുമായി ഒന്നായി മാറുന്ന അവസ്ഥയാണ്. ഇവിടെ ശിവോഹം എന്നുള്ള ആ അവസ്ഥയിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരുന്നു. അപ്പോൾ ഭഗവാൻ നമ്മെ അദ്ദേഹത്തിൻ്റെ പല്ലക്കിലേറ്റി ഇരുത്തുകയാണ്. ഇത് വലിയൊരു അനുഭവമാണ്. മാണിക്യവാചകർക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന നമുക്കും ഒരു വലിയ അനുഭവമാണ്. കാരണം നമ്മളെപ്പോലെ നിസ്സാരനായ ഒരു വ്യക്തിയെ ഭഗവാൻ സ്വന്തം പല്ലക്കിലേറ്റിയിരുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം പല്ലക്കിൽ, സ്വന്തം സിംഹാസനത്തിൽ ശിവൻ എന്നെ പിടിച്ചിരുത്തുന്ന കാഴ്ച. ഇതിൽ പരം മറ്റൊരു നിർവൃതികരമായ അവസ്ഥ ഉണ്ടോ? ജീവിതത്തിലെ ഏറ്റവും ധന്യമായ എന്താ പറയുക, അതിന് വാക്കുകളില്ല. വാക്കുകൾക്കപ്പുറമുള്ള ആ ധന്യത, ആ മഹാ സ്നേഹവായ്പ്, ആ മഹാകാരുണ്യം, ഇതിലെല്ലാം ഞാൻ അലിഞ്ഞില്ലാതാവുകയാണ്. എൻ്റെ ഭഗവാനെ ശിവ, അവിടുത്തെ മുമ്പിൽ ഞാനിതാ എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇതാ ഞാൻ അങ്ങയുടെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ അങ്ങയുടെ ദാസരിൽ വച്ച ദാസനാണ്. അല്ലയോ ഭഗവാൻ, എപ്പോഴും കാരുണ്യമൂർത്തിയായ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ഈ പറയുന്ന വാക്ക് നമുക്ക് കൂടി വേണ്ടി പറയുന്നതാണ്. ഇത് ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവമായിട്ട് ശിവൻ തന്നെ പല്ലക്കിലേറ്റിയിരുത്തുന്ന, ശിവൻ തൻ്റെ തന്നെ ആ സിംഹാസനത്തിൽ പിടിച്ച് ഒരു നിസാരനായ വ്യക്തിയെ പിടിച്ചിരുത്തുന്നു. അപ്പോൾ ഏറ്റവും നിസാരയിൽ വെച്ച് നിസാരനായ എന്നെ ഭഗവാൻ ഇതാ പല്ലക്കിലേറ്റിയിരുത്തി എന്നെ സ്നേഹിച്ച് എന്നെ ആലിംഗനം ചെയ്ത് എന്നിൽ ലയിച്ച് ചേരുന്നു. അങ്ങനെ ഞാനും ശിവനും ഒന്നായിത്തീരുന്നു. ഈ സ്വർഗീയ നിമിഷം, ഈ മഹനീയ നിമിഷം ആസ്വദിക്കാൻ നല്ല സുഹൃത്തെ നമുക്ക് ഒന്നിച്ച് തിരുവാചകത്തിൻ്റെ മഹത്വത്തിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങാം. ഓം ശിവായ നമഃ.